ഓളെ ഒന്നുമില്ലടാ, അമ്മയുണ്ടടാ. അമ്മ മാത്രം മതിയടാ. എൻ്റെ മോള് വളർന്നു നിന്നിട്ട് വേണം ഒരു പോലീസുകാരിയാക്കാൻ. മോള് പോലീസുകാരിയായി കഴിയുമ്പോണ്ടല്ലോ ഈ നാട്ടിലെ ചട്ടമ്പികളെല്ലാം ഒരു പാഠം പഠിപ്പിക്കണം. കേട്ടാ കേട്ടാ കേട്ടാ? എന്തേ എന്തേ? മോളെ കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളാണല്ലോ. അധികമൊന്നും സ്വപ്നം കാണണ്ട. അവള് വളർന്ന് വലുതായി വരും പറയാം അവക്കെന്താ ആഗ്രഹമെന്ന്. നീ ഓടി. എൻ്റെ മോള് വളർന്നു വരുമ്പോൾ എൻ്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് അവൾ വളർന്നു വരും. ഞാൻ എന്താണോ പറയുന്നത് അതായിരിക്കും എൻ്റെ മോള് ചെയ്യുന്നത്. നീ അത് കണ്ടോ? മോളെയും കൊഞ്ചിച്ചോണ്ടിരുന്നു. അച്ഛനും മോളും എന്താന്ന് വെച്ചായിക്കോ, നമ്മളില്ലേ. ഡി, അച്ഛൻ വരാൻ സമയമെന്നുള്ളൂ. നീ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കണം എന്നില്ല. ഇങ്ങോട്ട് കയറുക. ഞാൻ വരുന്നില്ലേ, ഞാൻ അച്ഛൻ വന്നിട്ടേ വരുന്നുള്ളൂ. എന്തെങ്കിലും ചെയ്യേ. കൊഞ്ചിച്ച് ആകെ കൊച്ചിനെ വഷളാക്കി വെച്ചിരിക്കുക. ഞാൻ പോന്ന്. ഈ അച്ഛൻ എന്ത് ഇത്ര താമസിക്കുന്നേ? അച്ഛാ, മോളെ അച്ഛൻ്റെ ദേഹത്ത് മൊത്തം പൊടിയാ. അച്ഛൻ കുളിച്ചിട്ട് വരാം, എന്നിട്ടാവാം. എനിക്കും അമ്മയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ പറ്റിയ പൊടിയല്ലേ, അതെനിക്ക് കുഴപ്പമില്ല. രണ്ടാളുടെയും കൊഞ്ചൽ കഴിഞ്ഞെങ്കിൽ അകത്തോട്ടൊന്ന് കയറി വരാവോ? അച്ഛാ, എനിക്ക് ക്ലാസ്സിലെ ഫസ്റ്റ്. ഒന്ന് നോക്കിക്കേ. ആഹാ, അടുത്ത പ്രാവശ്യം എൻ്റെ മോള് സ്കൂളിൽ ഫസ്റ്റ് ആവണം. എൻ്റെ മോൾക്ക് അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടാ. എൻ്റെ മോള് മിടിക്കല്ലേ, നമുക്ക് പോലീസുകാരി ആവാനുള്ളതല്ലേ. അതുകൊണ്ട് നല്ലോണം പഠിക്കണം കേട്ടാ. ഇനി ഇതൊന്നുമല്ല, സ്കൂളിൽ മോള് ഏറ്റവും ടോപ്പർ ആവണം കേട്ടാ. അച്ഛൻ്റെ ആഗ്രഹം പോലെ ഞാനൊരു വലിയ പോലീസാവും. അമ്മേനെ അച്ഛനെ നന്നായിട്ട് നോക്കും. എൻ്റെ മോള് മിടിക്കുക, നന്നായിട്ട് വരും. മോളെ, അമ്മയോട് കാര്യം പറയട്ടെ. സ്കൂളിൽ പോകുന്ന വഴിക്കേ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിത്തന്നു മേടിച്ച് കഴിച്ചേക്കല്ലേ കേട്ടോ. അഥവാ മോളുടെ സമ്മതം കൂടാതെ ആരെങ്കിലും തൊടുകയോ വരുവോ അടുത്തേക്ക് ആരെങ്കിലും വരുവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ ആരോടെങ്കിലും പറയണേ. അമ്മയോടൊന്നും പറയാതിരിക്കല്ലേ കേട്ടോ. ആ അമ്മ. അച്ഛാ, എങ്ങോട്ട് പോവാ? നിനക്കൊന്നും പഠിക്കാനില്ലേ? കയറി പോകത്ത്. നിങ്ങളെന്താ കുടിച്ചോ? ആ, ഇന്ന് സഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഒരിത്തിരി അവൻ കുടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കൊന്ന് കഴിച്ചതാ. എൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്നൊക്കെ അറിയണ്ടേ. എന്താ ഇപ്പം അതിന് പ്രശ്നം വല്ലതും ഉണ്ടോ? നിങ്ങളിങ്ങനെ കുടിക്കാറില്ലായിരുന്നല്ലോ, ഇപ്പം എന്താ ഒരു പുതിയ ശീലമൊക്കെ? ചിലപ്പോൾ പുതിയ ശീലമൊക്കെ തുടങ്ങിയെന്നിരിക്കും. എന്താ, അതെൻ്റെ ഇഷ്ടം, ഞാൻ നോക്കിക്കോളാം. നീ എൻ്റെ കാര്യം നോക്ക്. അച്ഛാ, എനിക്ക് ഓട്ട മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയത്. അച്ഛനൊന്ന് നോക്കിയേ. അതിനിപ്പോൾ എന്താടി, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? ഓട്ടം ചാട്ടമായിട്ട് നടക്കുന്നു. ആറിക്കടിക്കോട്ട്. അമ്മ, മോള് കരയണ്ട, ഒക്കെ ശരിയാവും കേട്ടോ. ഇവളങ്ങ് വലിയ ഒച്ചായിപ്പോയല്ലോ. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എവിടെ പോയി രണ്ടുപേരും? അനക്കം കേൾക്കുന്നില്ലല്ലോ. മോളെ, അയ്യോ മോളെ,
എന്നാ നീ ഇനി ജീവിക്കാൻ പാടില്ല. ഏട്ടാ നീ ഇനി ലോകത്തുണ്ടാകാൻ പാടില്ല. ഓളെ ഒന്നുമില്ലടാ, അമ്മയുണ്ടടാ. അമ്മ മാത്രം മതിയടാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ കാരണം ഒട്ടനവധി പിഞ്ചോമനകളുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഒരു പെൺകുട്ടിക്കും ഇനി ഇങ്ങനൊരു ദുർവിധി ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ മക്കളെ നമുക്ക് തന്നെ കാക്കാം. മദ്യവും മയക്കുമരുന്നും എത്രത്തോളം മാരകമായ വിഷമാണ് ഇതിലൂടെ നമുക്ക് പഠിക്കാം.